ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് നാളെ കൊല്ലത്ത് തിരിതെളിയും. 24 വേദികളിലായി 14,000 പ്രതിഭകൾ മാറ്റുരയ്ക്കും. കോഴിക്കോട് നിന്ന് ഘോഷയാത്രയെ എത്തിയ സ്വർണ്ണക്കപ്പിന് കൊല്ലത്ത് ആവേശോജ്വലമായ വരവേൽപ്പാണ് നൽകിയത്. വിവരങ്ങൾ നൽകാൻ കലോത്സവ നഗരിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളായ മനു മാടപ്പാട്, കാവ്യ എന്നിവർ ചേരുകയാണ്. മനു, വലിയ സ്വീകരണം കൊല്ലം ജില്ല കലോത്സവത്തിന് നൽകുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കാണുന്നു. ഏറ്റവും പ്രധാനം, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം കൊല്ലത്തേക്ക് കലോത്സവം എത്തുമ്പോൾ ഏത് നിലയിലാണ് കൊല്ലം ജില്ല ആകത്തുകയിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? നാളെ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത് എങ്ങനെയൊക്കെ? തീർച്ചയായും അസിത പറഞ്ഞതുപോലെ കൊല്ലം ഇങ്ങനെ ആവേശത്തോടെ കാത്തു നിൽക്കുകയാണ്. കലോത്സവത്തിന് തുടക്കം കുറിക്കാനായി ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായ ആശ്രമ മൈതാനത്തെ ONV സ്മൃതി എന്ന പേരിട്ടിരിക്കുന്ന ആ മൈതാനത്താണ്. പ്രധാന വേദിയിലാണ്. ഇവിടെ ഒരുക്കങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അവസാനവട്ട മിനുക്കുപണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അസിത പറഞ്ഞതുപോലെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം, അതായത് 15 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്തിന്റെ മണ്ണിലേക്ക് കലോത്സവം വീരുന്നെത്തുന്നത്. 2008 ഇതിനു മുൻപ് കൊല്ലത്ത് കലോത്സവം നടന്നു. ഇപ്പോൾ 2024 62ാമത് കലോത്സവത്തിന് അരങ്ങൊരുങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കൊല്ലം എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നാളെ രാവിലെ കലോത്സവത്തിന് തുടക്കമാവുകയാണ്. അതോടെ ഇനിയുള്ള 5 രാപ്പകലുകൾ ഇവിടെ കലയുടെ മാറ്റുരയ്ക്കുന്ന കാഴ്ചകൾക്കാകും നമ്മൾ കാണാൻ പോവുക. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കൈരളി ന്യൂസും ഓരോ മിനിറ്റിലും തത്സമയം കലോത്സവത്തിന്റെ വിശദാംശങ്ങൾ, ആവേശങ്ങൾ, ആഘോഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. അല്പസമയം മുമ്പ് നമ്മുടെ സ്റ്റുഡിയോ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അങ്ങനെ നമ്മളും സജ്ജമാണ്, പൂർണ്ണ സജ്ജമാണ്. ഏതായാലും ഇപ്പോൾ എന്നോടൊപ്പം കാവ്യ കൂടിയുണ്ട്. കാവ്യയുടെ നാട്ടിലാണ് ഇത്തവണ കലോത്സവം നടക്കുന്നത്. കൊല്ലത്തേക്ക് കലോത്സവം വരുമ്പോൾ എന്താണ് നിങ്ങൾ കേരളത്തിന് ഒരുക്കി വച്ചിരിക്കുന്നത്? ആദ്യം പറയാനുള്ളത്, കോഴിക്കോടേക്ക് തിരിച്ച് കപ്പെങ്ങനെ കൊടുത്തു വിടാതിരിക്കാം എന്ന ഒരു വലിയ പ്രതീക്ഷയും വലിയൊരു കണക്കുകൂട്ടലൊക്കെയും കൊല്ലം ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ റിപ്പോർട്ടിങ്ങിന്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ 15 വർഷത്തിന് ശേഷം കൊല്ലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കാണുന്ന കലോത്സവത്തിന് എന്താണ് നേരത്തെ കോഴിക്കോട് അടക്കം നടന്നിട്ടുള്ള കലോത്സവങ്ങളിൽ നമുക്ക് ലഭിച്ചത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിനപ്പുറത്തേക്ക് കൊല്ലം എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്, കാത്തിരിക്കുന്നത് എന്താണ് എന്നത് നാളെ മുതലേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ പ്രിപ്പറേഷൻസ്, തയ്യാറെടുപ്പുകൾ, ക്രമീകരണങ്ങൾ അത് പൂർണ്ണമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്വർണ്ണക്കപ്പിന് ലഭിച്ച ആ ഒരു സ്വീകാര്യത. ഉച്ചയ്ക്ക് ശേഷം സ്വീകരണം കുളക്കടയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു, ജില്ലാ അതിർത്തിയായ കുളക്കടയിൽ. പക്ഷേ അതിനുശേഷം കൊല്ലത്തിന്റെ ഒരു ഔദ്യോഗികമായ സ്വീകരണം ലഭിച്ചത് ചിന്നക്കടയിലായിരുന്നു. ചിന്നക്കടയിൽ മന്ത്രിമാർ ചേർന്ന് സ്വീകരിച്ചു. അവിടെ നിന്ന് പ്രധാന വേദിയായ ഈ ആശ്രാമം മൈതാനിയിലേക്ക് വലിയൊരു ഘോഷയാത്രയെ തന്നെ, കോഴിക്കോട് നിന്ന് തുടങ്ങിയൊരു ഘോഷയാത്രയാണ്. അത് വലിയൊരു ഘോഷയാത്രയിൽ തന്നെ ആശ്രാമം മൈതാനിയിലെത്തി. ഇവിടെ പൊതുജനങ്ങൾക്ക്, ഇവിടെ എത്തുന്നവർക്ക് അല്പസമയം ഈ 117.5 പവന്റെ സ്വർണ്ണക്കപ്പ്, ആരാണ് അടുത്ത ചാമ്പ്യൻ എന്ന് അറിയാൻ കാത്തിരിക്കുന്ന 117.5 പവന്റെ സ്വർണ്ണക്കപ്പ് കാണാനുള്ള അവസരം ഒരുക്കി അതിനുശേഷം ജില്ലാ ട്രഷറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നാളെ മുതൽ വേദികൾ സജീവമാകും. നേരത്തെ മനു പറഞ്ഞതുപോലെ അരങ്ങുകൾ ഉണരാൻ തുടങ്ങുകയാണ്. കലയുടെ 5 രാപ്പകലുകൾ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ എപ്പോഴും പറയാറുള്ളത്? കലയുടെ 5 രാപ്പകലുകൾ. കൊല്ലത്തെക്കുറിച്ച് പറയുമ്പോൾ കടലുണ്ട്, കായലുണ്ട്, കശുവണ്ടിയുണ്ട്. ഇതാ അതിൻ്റെ കൂടെ കലയുടെ, കൗമാര കലയുടെ ആവേശം കൂടി വരികയാണ്, അഴകു കൂടി വരികയാണ്. അത് വരുമ്പോൾ എങ്ങനെയായിരിക്കും കലാകേരളത്തിന്റെ അമരത്തേക്ക് ആരായിരിക്കും വരിക എന്നതാണ്. കോഴിക്കോട് കപ്പ് വീണ്ടും, ഈ സ്വർണ്ണക്കപ്പ് വീണ്ടും കൊണ്ടുപോകുമോ, അതോ പുതിയ അവകാശികൾ വരുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഏറ്റവും മനോഹരമായ കലയുടെ ഒത്തുചേരലിന്റെ, കൂട്ടായ്മയുടെ ഒരു വലിയ സന്തോഷ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ ഇവിടെ ഈ തലേ ദിവസം എത്തുമ്പോൾ തന്നെ കൊല്ലം അത് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രയധികം ആളുകളാണ് മത്സരങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വേദികൾ കാണാനും ഇവിടുത്തെ ഒരുക്കങ്ങളും ഒക്കെ കാണാനായി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രത്യേകമായിട്ട് ഈ സ്വർണ്ണക്കപ്പിന് ലഭിച്ച ഒരു ഘോഷയാത്രയിൽ വളരെ കൃത്യമായിരുന്നു. നിരവധിയായ ഇടങ്ങളിലാണ് സ്വീകരണം ലഭിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. ഇങ്ങനെ ഒരു ഘോഷയാത്ര തന്നെ ചരിത്രത്തിൽ ആദ്യമാണ്. അതിനെ എത്രത്തോളം കളർഫുൾ ആക്കാമോ, എത്രത്തോളം വർണ്ണാഭമാക്കാമോ, എത്ര വലിയൊരു സ്വീകരണം അതിന് നൽകാമോ, അതിനെല്ലാം പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ആശ്രമ മൈതാനിയിലേക്ക് ആ ഘോഷയാത്ര ഇന്ന് കടന്നെത്തിയത്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റായി നമുക്ക് എടുത്ത് കാണിക്കാനുള്ളതും ഘോഷയാത്ര തന്നെയാണ്. ഇനി നാളെ, അല്ലെ? നാളെ എന്തൊക്കെയാണ്? നാളെ മത്സരങ്ങൾക്ക് തുടക്കമാവുകയാണല്ലോ. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആളുകൾ ഇങ്ങനെ ഈ പ്രധാന വേദിയിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ നിമിഷവും കൊല്ലം ഈ കലോത്സവത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. തുടങ്ങുന്ന നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആഘോഷത്തോടെ, ആവേശത്തോടെ, ഏറ്റവും അധികം സന്തോഷത്തോടെ കാത്തു നിൽക്കുന്നു. ഈ പറഞ്ഞതുപോലെ 117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് കോഴിക്കോട് നിന്ന് ഘോഷയാത്രയായി കൊല്ലത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. കൊല്ലത്തിന്റെ അതിർത്തിയിൽ കുളക്കടയിലല്ലേ, കുളക്കടയിൽ വെച്ച് കൊല്ലം ജില്ലയിലേക്ക് ഏറ്റുവാങ്ങി. പിന്നീട് ചിന്നക്കടയിൽ കൊണ്ടുവന്ന് വലിയ സ്വീകരണം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രധാന വേദിയിലേക്ക് കൊണ്ടുവരുന്നു. ഇനിയുള്ള വരുന്ന 5 ദിവസം ഈ കൊല്ലവും ആശ്രാമവും ചിന്നക്കടയും കടപ്പാക്കടയും ഒക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ഇഷ്ടപ്പെട്ട
ഇടങ്ങളായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൊല്ലം ഇങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നാൽ മാത്രം മതി. കൊല്ലംകാരെ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ കലാപ്രേമികളെയും നമ്മൾ കൊല്ലത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൈരളി ന്യൂസ് വലിയൊരു ടീമുമായി സജ്ജമാണ്. ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് ഇവിടെ നിന്നുള്ള ഈ ആഘോഷ കാഴ്ചകൾ ഇടവേളകളില്ലാതെ ഇടതടവില്ലാതെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തും. വിപുലമായ സജ്ജീകരണങ്ങൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എല്ലാ മാധ്യമങ്ങളും അതുപോലെ തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു 5 രാപ്പകലുകൾ കേരളത്തിൽ ചിന്തിക്കാൻ മറ്റൊന്നും ഉണ്ടാകില്ല. കലയുടെ ഈ ഉത്സവ കാഴ്ചകളിലേക്കായിരിക്കും നമ്മളിനി സഞ്ചരിക്കാൻ വേണ്ടി പോവുക, നമ്മൾ കാണാൻ പോവുക. അപ്പോൾ കൊല്ലം കാത്തുവച്ചിരിക്കുന്ന അത്ഭുതം എന്താണ്, കൊല്ലം കാത്തുവച്ചിരിക്കുന്ന കാഴ്ചകൾ എന്താണ് എന്നറിയാൻ പ്രേക്ഷകരെ പോലെ തന്നെ നമുക്കുമുണ്ട് വലിയ ആകാംക്ഷ. അപ്പോൾ നാളെ പുലരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നാളെ പുലർച്ചെ മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിനാണ് തുടക്കമാകാൻ പോകുന്നത്. 62ാമത്തെ പതിപ്പാണ്. അത് 15 വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്തേക്ക് വരുന്നു എന്നതാണ് ഇത്തവണ ഏറ്റവും വലിയ ദേശിംഗനാടിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഒടുവിൽ 2008 ഇതിനു മുൻപ് കലോത്സവം കൊല്ലത്ത് നടന്നത്. അതിനുശേഷം നീണ്ട 15 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 2024 തുടക്കത്തിൽ പുതുവർഷ സമ്മാനമായി കൊല്ലത്തേക്ക് കലോത്സവം വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് സിത. അതുപോലെ തന്നെയാണ് നമ്മളും. ആ ഒരു വലിയ ത്രില്ലിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നാളെ മുതൽ ഇവിടെ അരങ്ങുണരുമ്പോൾ കൗമാര കേരളം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ആ വലിയ സന്തോഷം എന്താണെന്നറിയാൻ കാത്തു നിൽക്കുന്നു നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും.